ഹലോ. ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഇടുന്ന ആദ്യത്തെ വീഡിയോ ആണ് ഇത്. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 വർഷം ആയിട്ടുണ്ടാവും. ഈ 3 വർഷത്തിനിടയ്ക്ക് എനിക്ക് 3 പ്രാവശ്യമായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് നിർത്തേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സാഹചര്യത്തിന്റെ സമ്മർദ്ദം എന്നൊക്കെ പറയൂലേ, അത് തന്നെ. എന്തായാലും ഇപ്പൊ ലാസ്റ്റ് വീഡിയോ ഇടാൻ പറ്റാതെ പോയത് എന്റെ ഫോൺ അടിച്ചുപോയി. ഫോണെന്ന് പറയുമ്പോൾ അതിലെ ക്യാമറ അടിച്ചുപോയി. അതിനു മുന്നേ റിംഗ് ലൈറ്റ് അടിച്ചുപോയി. അതിനു മുന്നേ സെൽഫി സ്റ്റിക്ക് അടിച്ചുപോയി. അപ്പൊ ഓരോ പ്രാവശ്യം ഓരോ ഗാഡ്ജറ്റുകൾ ഇതുപോലെ ഒന്ന് അടിച്ചു പോകുമ്പോഴത്തേക്ക് ഞാൻ ഓരോന്ന് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ഇപ്പോഴാണ് കേട്ടോ ഒന്ന് സെറ്റായിട്ട് കിട്ടിയത്. പുതിയ ഫോൺ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്ന് തന്നെ 4 വീഡിയോസ് ഉണ്ട് കേട്ടോ. അപ്പോ ആദ്യത്തെ വീഡിയോ തന്നെ എൻ്റെ കുട്ടിക്കുഞ്ഞൻ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുട്ടിക്കുഞ്ഞൻ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ കാർഡ്ബോർഡുകളൊക്കെ കാണത്തില്ലയോ, അപ്പൊ അതില് ഇതുപോലെ ഒന്ന് വൈറ്റ് പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഗ്ലാസിന്റെ പാക്കിൽ കുറച്ച് കളേഴ്സ് അപ്ലൈ ചെയ്ത് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. എൻ്റെ ഒരു വിചാരം ആ ഒരു റൗണ്ട് ഷേപ്പ് ഫുള്ള് കിട്ടും, ഫുള്ള് കളറും കവറായി കിട്ടും എന്നുള്ളതായിരുന്നു. പക്ഷെ ആ പ്രതീക്ഷയെല്ലാം മാറിപ്പോയി. അവസാനം ബ്രഷ് വെച്ചിട്ട് തന്നെ എനിക്ക് ആ സർക്കിൾ ഒന്ന് കവർ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാനൊരു 4 സർക്കിൾ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏകദേശം ഒരു വർഷത്തിന് മേലെയായി ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വോയിസ് ഒക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് അത്രയ്ക്കൊന്ന് പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ എന്നാലും ഇപ്പോൾ തന്നെ ഞാൻ ഏകദേശം ഒരു 10-15 ടേക്കെങ്കിലും എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു വോയിസ് എങ്കിലും എനിക്ക് ഏകദേശം ഒന്ന് ശരിയായിട്ട് കിട്ടുന്നത്. അപ്പോൾ വഴിയെ എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷയിലാണ് കേട്ടോ. അങ്ങനെ ഞാൻ 4 റൗണ്ട് ഇതുപോലെ ഒന്ന് കളർ ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു കുഞ്ഞൻ പുഴുവിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടു കാണും ഈ ഒരു കുട്ടിക്കുഞ്ഞൻ ഗെയിം. അതൊന്ന് ഞാൻ എൻ്റെ കുഞ്ഞുമാവയ്ക്കൊന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 4 റൗണ്ടും ഈ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് ഡീറ്റെയിലിംഗ് ആയിട്ട് ഒന്ന് റൗണ്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിന് കുറച്ച് കാലും 2 കണ്ണും വായും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആനിമലിന്റെ പിക്ചർ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഈ പുഴുവാകുമ്പോഴത്തേക്ക് എളുപ്പപ്പണിയാണല്ലോ. സിമ്പിളായിട്ട് നമുക്ക് ഒരു 4 റൗണ്ടും വരച്ച് 6 കാലും വരച്ച് 2 കണ്ണും വായും മൂക്കും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വായ് ഇച്ചിരി കൂടെ നന്നായിട്ടൊരു വലുതായിട്ടൊന്ന് വരച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ പുഴു എന്തായാലും പുല്ലിലൊക്കെയല്ലേ ഇരിക്കുന്നത്, പുല്ലിലും ചെടികളിലൊക്കെയല്ലേ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ 4 സൈഡും ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് കുറച്ച് പുല്ല് ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ യെല്ലോ വെച്ചിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇതേപോലെ സ്പോഞ്ച് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ. അപ്പോൾ 4 സൈഡ് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തു. അപ്പോൾ ഈ സമയം കൊണ്ട് ആ പുഴുവിൻ്റെ വായ് പോർഷനില്ല, അതിൽ അപ്ലൈ ചെയ്ത പെയിന്റ് എല്ലാം നന്നായിട്ട് തന്നെ ഉണങ്ങിക്കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ വായ് ഭാഗം ഞാൻ പെൻ നൈഫ് വെച്ചിട്ട് ഒന്ന് കീറിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കീറി എടുക്കുമ്പോഴത്തേക്ക് പെൻ നൈഫ് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ കത്രിക വച്ചിട്ട് കീറി എടുക്കുകയാണെങ്കിൽ അത് കീറി പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ ബ്ലേഡും യൂസ് ചെയ്യാം. ബ്ലേഡൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് സൂക്ഷിച്ചാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ പെൻ നൈഫ് ആകുമ്പോൾ അത്രയ്ക്ക് ഡേഞ്ചർ അല്ലല്ലോ എന്നതുകൊണ്ടാണ് കേട്ടോ ഈ പെൻ നൈഫ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കാട്ടി മൂർച്ചയാണ് കേട്ടോ ബ്ലേഡിന്. അതുകൊണ്ടാണ് ഞാൻ ഈ പെൻ നൈഫ് തന്നെ യൂസ് ചെയ്ത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഒന്ന് വരച്ചു കൊടുത്ത ശേഷം ഞാൻ പെൻ നൈഫ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെൻ നൈഫ് വെച്ചിട്ട് ഒന്ന് കുത്തിയപ്പോഴത്തേക്ക് എൻ്റെ പെൻ നൈഫ് ഒടിഞ്ഞു പോയി. അതിൻ്റെ ബ്ലേഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഒടിഞ്ഞു പോയി. പിന്നീട് ഞാൻ രണ്ടാമതൊരു ബ്ലേഡ് ഇട്ടിട്ടാണ് ഇതിനൊന്ന് കീറിയെടുക്കുന്നത്. ഇത് അത്യാവശ്യം കട്ടിയുള്ള ബോട്ടിലും കൂടെ ആയിരുന്നു കേട്ടോ.
അതുമല്ല, ഞാൻ പറഞ്ഞില്ലേ 1 വർഷത്തിന് ശേഷം ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കളേഴ്സും അതുപോലെ തന്നെ പെന്നാ ബ്ലേഡും ഒക്കെ ഏകദേശം ഒന്ന് തുരുമിച്ച് പോയി. പിന്നെ കളേഴ്സൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ മിക്കവാറും ഉള്ള കുറേ കളേഴ്സ് കട്ട പിടിച്ചു പോയി. എനിക്ക് തന്നെ സങ്കടം തോന്നിപ്പോയി. വെറൈറ്റി കളേഴ്സൊക്കെയാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഗ്രീനിൻ്റെ തന്നെ പല ഷെയ്ഡ്സ്, അതെല്ലാം ഏകദേശം നന്നായിട്ട് തന്നെ കട്ട പിടിച്ചു പോയി. അതൊക്കെ ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി വേണ്ടതെന്ന് വെച്ചാൽ ആ കട്ട് ചെയ്ത ആ പോർഷൻ ഇല്ലേ, അതിനെ ഞാൻ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിക്കാൻ നോക്കി. അപ്പോൾ ഗ്ലൂ സ്റ്റിക്കിലെ സ്റ്റിക്കൊക്കെ തീർന്നു പോയാട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടൊന്നും ഒട്ടിക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. അവസാനം നമ്മൾ ഈ ബീഡ്സും അതുപോലെ തന്നെ സ്റ്റോണൊക്കെ ഒട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഗമ്മില്ലേ, അത് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുത്തത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്രീൻ പീസോ കടലയോ അല്ലെങ്കിൽ മുത്തോ എന്തെങ്കിലും വേണം. അതിന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ വീട്ടിലുള്ള കുട്ടിക്കുറുമ്പന്മാരോട് അത് ഇതിൻ്റെ വായ്ക്കകത്തൂടി ഇട്ട് കൊടുക്കാൻ പറയാം കേട്ടോ. അപ്പം ഇതിൻ്റെ ഗെയിം എന്ന് പറയുന്നത് 2 അറ്റത്തും പിടിച്ച ശേഷം, കൈ വെച്ചിട്ട് 2 അറ്റത്തും പിടിച്ച ശേഷം കുഞ്ഞൻ ബോൾസ് ഇല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഈ മുത്തോ ഗ്രീൻ പീസോ എന്തെങ്കിലും, ഞാനിപ്പോൾ ഗ്രീൻ പീസാണ് ഇട്ട് കൊടുത്തത്, അത് വെച്ചിട്ട് പുഴുവിൻ്റെ വായ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക.